നമസ്കാരം. വേദജ്യോതിഷ പ്രകാരം പരാമർശിക്കുകയാണ് എങ്കിൽ മനുഷ്യരുടെ സ്വഭാവ ഗുണങ്ങളും ദൗർബല്യങ്ങളും രൂപപ്പെടുന്നതിൽ നവഗ്രഹങ്ങൾക്ക് വലിയ പങ്കുണ്ട് എന്നാണ് വിശ്വാസം. നമ്മുടെ ഇടയിലുള്ള ഓരോ മനുഷ്യരും തീർത്തും വ്യത്യസ്തരാണ് എന്ന് പറയാം. അവർക്ക് ഓരോ ഗുണങ്ങളും ഓരോ സ്വഭാവ സവിശേഷതകളുമുണ്ട്. അപാര ബുദ്ധിശക്തിയുള്ളവരാണ് എന്ന് തന്നെ പറയാം. ചിലർക്ക് അവർ വേണ്ട വിധം ബുദ്ധിശക്തി ഉപയോഗിക്കുവാൻ സാധിക്കാത്തതുമാകുന്നു. അത്തരത്തിൽ ഓരോ കഴിവുകളും വിഭിന്നമാണ് എന്ന് തന്നെ പറയാം. ചില ആളുകൾ ജനിക്കുന്നത് തന്നെ നേതൃഗുണത്തോടെ ആയിരിക്കും. അവർ ചെറുപ്പം മുതലേ ഈ കഴിവ് പ്രകടിപ്പിക്കുന്നവർ തന്നെയാകുന്നു. എന്നാൽ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, സാഹസികമായ കാര്യങ്ങൾ ചെയ്യാൻ വലിയ താല്പര്യമുള്ളവരുമുണ്ട്. ഇത്തരം ആളുകളുടെ ജാതകം പരിശോധിച്ചാൽ അതിൽ രുചകയോഗത്തിന്റെ സാന്നിധ്യം ദർശിക്കുവാനായി നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പറയാം. ആദ്യം എന്താണ് രുചകയോഗം എന്ന് വിശദമായി മനസ്സിലാക്കാം. മുൻപ് ഒരു വീഡിയോയിൽ ഈ കാര്യങ്ങൾ പരാമർശിച്ചിട്ടുള്ളതാകുന്നു. പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ ഒന്നാണ് രുചകയോഗം. അങ്ങനെ മാത്രം പറഞ്ഞാൽ പോരാ എന്നതാണ് വാസ്തവം. പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് രുചകയോഗം. അത്രയ്ക്കും ശ്രേഷ്ഠമാണ് ഈ രാജയോഗം എന്ന് സാരം. ബുധൻ, ചൊവ്വ, വ്യാഴം, ശനി, ശുക്രൻ എന്നീ 5 ഗ്രഹങ്ങൾ മൂലം രൂപപ്പെടുന്ന രാജയോഗങ്ങളാണ് പഞ്ചമഹാപുരുഷ യോഗങ്ങൾ. അതിനാൽ ചൊവ്വയാണ് രുചയോഗം ഉണ്ടാക്കുന്നത് എന്ന കാര്യം ഓർക്കുക. വളരെ ശക്തമായ ഒരു ഗ്രഹമാണ് ചൊവ്വ. ഒരു വ്യക്തിയുടെ അഭിലാഷങ്ങളെയും ആത്മവിശ്വാസത്തെയും കൂടുതൽ ശക്തമാക്കുവാൻ ചൊവ്വയ്ക്ക് സാധിക്കും എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ ചില അത്ഭുതകരമായ കാര്യങ്ങൾ ആ വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യും. ആഡംബരപരമായ ജീവിതം സാധ്യമാകും. സാഹസികതയോടെ ജീവിക്കുവാൻ സാധിക്കും. ചൊവ്വയുടെ അനുഗ്രഹമുണ്ട് എങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ ഈ ജൂൺ മാസത്തിൽ ഇത്തരത്തിലൊരു യോഗം രൂപാന്തരപ്പെടുന്നു എന്ന് തന്നെ പറയാം. രാജയോഗം കടന്ന് വരികയാണ്. മേടമാസത്തിലെ രുചയോഗം തീർച്ചയായും പല നക്ഷത്രക്കാർക്കും അനുകൂലമായ ഫലങ്ങൾ നൽകും. ജൂൺ മാസത്തിൽ 5ഓളം രാജയോഗങ്ങളാണ് രൂപമെടുക്കുന്നത് എന്ന കാര്യം ഓർക്കുക. അതിലൊന്നാണ് രുചകയോഗം. ഗ്രഹങ്ങളുടെ സേനാധിപതി എന്നറിയപ്പെടുന്ന ചൊവ്വ ജൂൺ 1 ഉച്ചതിരിഞ്ഞ് 3:51 മേടം രാശിയിലേക്ക് പ്രവേശിക്കുന്നതാകുന്നു. ചൊവ്വയുടെ രാശിയാണ് മേടം. ഇങ്ങനെ മേടത്തിൽ ജൂൺ 1 മുതൽ ജൂലൈ 12 വരെ രുചയോഗത്തിന്റെ പ്രഭാവം ഉണ്ടാവുക തന്നെ ചെയ്യും. അതിനാൽ തന്നെ ചില രാശിക്കാർക്ക് വളരെയധികം അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. കർമ്മമണ്ഡലത്തിലും വിവാഹ ജീവിതത്തിലും ഇവർക്ക് സന്തുഷ്ടകരമായ കാര്യങ്ങൾ സംഭവിക്കും എന്ന കാര്യം ഓർക്കുക. അതിശ്രേഷ്ഠമായ ഈ യോഗം, ഈ രാജയോഗം ഏതെല്ലാം രാശിക്കാരുടെ ജീവിതത്തിലാണ് വന്നു ചേരുക, വന്ന് ഭവിക്കാൻ പോകുന്നത് എന്ന് വിശദമായി മനസ്സിലാക്കാം. ഇവർക്ക് സമ്മാനങ്ങൾ ഉൾപ്പെടെ നിരവധിയാർന്ന കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഇതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. തിങ്കളാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജയുടെ ഭാഗമാകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് മേടം രാശിയാണ്. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മേടത്തിൽ രൂപം കൊള്ളുന്ന ഈ രാജയോഗം ഏറ്റവും അധികം നേട്ടമാവുക മേടം രാശിയിൽ ജനിച്ചവർക്കാകുന്നു. മേടം രാശിയിൽ ജനിച്ചവരാണ് നിങ്ങൾ എങ്കിൽ ഏറ്റവും ശുഭകരമായ സമയമാണ് ജൂൺ മുതൽ വന്നു ചേരുക എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഇവർക്ക് ഈ സമയം ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുകൂലമാകേണ്ടതായ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. സുഖവും സമൃദ്ധിയും വർദ്ധിക്കും. ആരെല്ലാം നിങ്ങളുടെ നാശം കാണുവാൻ ആഗ്രഹിച്ചുവോ അവർക്ക് മുൻപിൽ തലയുയർത്തിപ്പിടിച്ച് നടക്കുവാൻ സാധിക്കും. വന്നു ചേരുന്ന അവസരങ്ങൾ നിങ്ങൾ ശരിയായ രീതിയിൽ തന്നെ വിനിയോഗിച്ച് മുന്നോട്ട് പോകേണ്ടതും അനിവാര്യമാകുന്നു. സമൂഹത്തിൽ വളരെയധികം സ്വീകാര്യത, ബഹുമാനം എന്നിവ നേടിയെടുക്കുന്ന വ്യക്തികളായി നിങ്ങൾ മാറും. അത്രയധികം ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും. അതിനാൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാനും തന്മൂലം ധനപരവും കൂടാതെ സ്വകാര്യമായ നേട്ടങ്ങളും വന്നു ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. നിങ്ങൾ പ്രവർത്തിക്കുന്നതായ മേഖലകളിൽ നിങ്ങളെ ഭാഗ്യം തുണയ്ക്കും. അതിനാൽ തന്നെ നിങ്ങൾക്ക് ലാഭം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും. കൂടാതെ ഈ സമയം ഏതൊരു കാര്യത്തിലും വിജയങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും.
അത്തരത്തിൽ വളരെ ശുഭകരമായ ഒരു സമയമാണ് വന്നു ചേരുക. കൂടാതെ ജോലി സ്ഥലവുമായി ബന്ധപ്പെട്ടും അല്ലാതെയും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുവാനുള്ള സാഹചര്യങ്ങൾ കൂടി വന്നു ചേരും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വളരെയധികം ലാഭം, നേട്ടം എന്നിവ ജീവിതത്തിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് സുഖകരമായ കാര്യങ്ങളാണ് വന്നു ചേരുക. പ്രത്യേകിച്ചും ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം സന്തുഷ്ടകരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കും എന്ന കാര്യവും ഓർക്കുക. അത്രമേൽ സവിശേഷമായ കാര്യങ്ങളാണ് ഈ സമയം നിങ്ങളെ തേടിയെത്തുക എന്ന കാര്യം ഓർക്കുക. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ അത്തരം കാര്യങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കും എന്ന കാര്യം ഓർക്കുക. അതായത് ദാമ്പത്യ ജീവിതത്തിലും ആരോഗ്യപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കുക. നിങ്ങൾക്ക് മെച്ചപ്പെട്ടതായ ഒരു സമയം വന്നു ചേരും എന്നാണ് പറയുവാൻ സാധിക്കുന്നത്. പൊതുഫലപ്രകാരമാണ് പറയുന്നത്. എന്നിരുന്നാൽ പോലും ഒരു 70-75% വ്യക്തികൾക്കും ഇത് അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകും എന്ന് തന്നെ പറയാം. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ഇടവം രാശിയാകുന്നു. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ 12ാം ഭാവത്തിലാണ് രുചകയോഗം അഥവാ രുചക രാജയോഗം രൂപാന്തരപ്പെടുന്നത് എന്ന കാര്യം ഓർക്കുക. ഇതിനാൽ തന്നെ ഇടവം രാശിയിൽ ഉള്ള ഓരോ നക്ഷത്രക്കാർക്കും വളരെ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുന്നതായ സമയമാണ് എന്ന് പറയാം. നിരവധിയാർന്ന യാത്രകൾ നിങ്ങൾക്ക് നടത്തുവാനുള്ള യോഗമുണ്ടാകും. നിങ്ങൾ ആഗ്രഹിക്കുന്നതായ യാത്രകൾ, ജോലി സംബന്ധമായ യാത്രകൾ ചെയ്യേണ്ടതായി വരാം. അതെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക. കൂടാതെ നിങ്ങൾക്ക് ഈ സമയം ധനം ആവശ്യമുള്ള രീതിയിൽ തന്നെ ചെലവഴിക്കുവാൻ സാധിക്കും. ആവശ്യങ്ങൾ നിങ്ങൾക്ക് വരികയാണ് എങ്കിൽ ആ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് പണം നഷ്ടമാകുന്നതായ അവസരങ്ങൾ കുറയും എന്ന കാര്യം ഓർക്കുക. അതിനാൽ തിടുക്കപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നതും അത്തരം കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. തീർച്ചയായും സമൂഹത്തിലെ ഉന്നതരായ വ്യക്തികളെ, വളരെ കാലമായി കാണാൻ ആഗ്രഹിച്ചതായ വ്യക്തികളെ കാണുവാനും അവരുമായി പരിചയം സ്ഥാപിക്കുവാനും സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം വിദേശ യാത്രയ്ക്കുള്ള യോഗം നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതുമാണ്. വിദേശത്തേക്ക് വിദ്യാഭ്യാസത്തിനും ജോലിയുമായി ബന്ധപ്പെട്ടും പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അനുകൂലമായ ഫലങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. അതേസമയം പങ്കാളിയുമായുള്ള ബന്ധത്തിൽ ചെറിയ രീതിയിലുള്ള തർക്കങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. എന്നിരുന്നാൽ പോലും ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം നിസ്സംശയം പറയാം. ഈ സമയം നിങ്ങൾക്ക് ശുഭകരമാണ് സമയം. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ നേട്ടങ്ങൾ ഇരട്ടിക്കുന്ന സമയം. എന്നാൽ തിടുക്കപ്പെട്ടോ ആരുടെയെങ്കിലും വാക്ക് കേട്ട് എടുത്തു ചാടുകയോ ചെയ്യുവാൻ പാടുള്ളതല്ല. അത് നഷ്ടത്തിനും അത് നിങ്ങളുടെ ജീവിതത്തിൽ ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിനും കാരണമായി തീരും. മറ്റൊരു രാശി മിഥുനം രാശിയാണ്. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 11ാം ഭാവത്തിലാണ് രുചക യോഗം രൂപം കൊള്ളാനായി പോകുന്നത്. അതിനാൽ തന്നെ ഈ രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ചില അത്ഭുതകരമായ നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ ചില നേട്ടങ്ങൾ വന്നു ചേരും. പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾ, സാമ്പത്തിക സ്ഥിതി വളരെയധികം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. സാമ്പത്തിക ഉയർച്ച പ്രതീക്ഷിക്കാം എന്ന് തന്നെ പറയാം. കൂടാതെ ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ നിന്നും വരുമാനം വളരെയധികം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം. കർമ്മമേഖല നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി മാറും. അതിനാൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുവാൻ സാധിക്കും. ചില അനുകൂലമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. അത് നിങ്ങൾക്ക് പ്രകടമാവുക തന്നെ ചെയ്യും. പരിശ്രമങ്ങളുണ്ട് എങ്കിൽ അത് ഫലം കാണുന്നതായ അവസരങ്ങൾ കടന്ന് വരിക തന്നെ ചെയ്യും. അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുവാൻ സാധിക്കുന്നതായ അവസരം കടന്നു വരും. കൂടാതെ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട്
അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക. ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പല ആഗ്രഹങ്ങളും പൂവണിയും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ആരോഗ്യം കൂടുതൽ മെച്ചപ്പെടുന്നതായ അവസരങ്ങൾ കടന്നു വരും. ആരോഗ്യപരമായ നേട്ടങ്ങൾ വർദ്ധിക്കുന്നതാകുന്നു. നിക്ഷേപം നടത്തുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ അഥവാ യോജിച്ചതായ സമയമാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന കാര്യവും ഓർക്കുക. സന്താന സൗഭാഗ്യം ജീവിതത്തിലേക്ക് കടന്നു വരാം. സന്താന ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. സന്താനങ്ങൾ വഴി നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം അനുഭവിക്കാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായ കാര്യങ്ങൾ ധനപരമായും അതേപോലെ തന്നെ വിദ്യാഭ്യാസപരവുമായി ബന്ധപ്പെട്ടും വന്നു ചേരാം. ഈ സമയം കയ്യിൽ ധനം നിൽക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരാം. ചില ചെലവുകൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ മറ്റു വ്യക്തികളുടെ പ്രേരണയാൽ നിങ്ങൾ എടുത്തു ചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ പാടില്ല എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. സ്വയം ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടതാകുന്നു. ആത്മവിശ്വാസം വർദ്ധിക്കുകയും തന്മൂലം പല നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുകയും ചെയ്യും. സുഖവും സമൃദ്ധിയും വർദ്ധിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. ജോലിസ്ഥലത്ത് അഭിനന്ദനങ്ങൾ അല്ലെങ്കിൽ സ്വീകാര്യത വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ദാമ്പത്യ ജീവിതവും നിങ്ങൾക്ക് ഈ സമയം അനുകൂലമായി ഭവിക്കും എന്ന കാര്യം ഓർക്കുക. ചെയ്യുന്നതായ കാര്യങ്ങളിൽ ഭാഗ്യം തുണയ്ക്കുന്നതാണ്. അതിനാൽ തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാകുന്നു. എന്നാൽ ഈ സമയം ഒരിക്കലും എടുത്തു ചാടി തിടുക്കപ്പെട്ട് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുവാൻ പാടുള്ളതല്ല. ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക.